നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ ടുവേർഡ്സ് യു എന്താണെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം. ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, മുഖം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. എന്താണ് അയാളുടെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള കറണ്ട് ഫീലിംഗ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. സെക്കൻഡ് കാർഡ് വന്നിട്ട് 6 ഓഫ് സ്വോർഡ്സ് ആണുള്ളത്. അതായത് ഇയാൾ കടുത്ത മാനസിക സംഘർഷങ്ങളിൽ കൂടെയും കടുത്ത ബേർഡനിലൂടെയും കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഇയാളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നത്. ഇയാൾ ആ ഒരു കടുത്ത സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് സമാധാനം ഇല്ലായ്മയിൽ നിന്നും സമാധാനമുള്ളൊരു തീരം തേടി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നിങ്ങളെയാണ് അയാൾ കാണുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ കാർമിക്കായിട്ടുള്ളൊരു സ്റ്റാർട്ട് വേണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് തൊട്ട് മുമ്പ് വരെ ഒരുപക്ഷെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത വിധം ട്രോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കും നിങ്ങളുടേത്. ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉപേക്ഷിച്ച് പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അപ്പോൾ അയാൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും ഒരു വിചാരമില്ല എന്നല്ല, ഒരു ധാരണയില്ല. അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്യുന്നു, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ്. പ്രോക്രാസ്റ്റിനേഷനാണ്. അതുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൾ വല്ലാതെ തോട്ട്ഫുള്ളാണ്, പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആൾക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. 7 ഓഫ് കപ്സ്, ഇയാൾക്ക് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ട്, ഒരുപാട് ചോയ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ ഇയാൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ട് നിൽക്കുന്ന ആളായിരിക്കും. വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, പിന്നെ കരിയർ ആയിരിക്കാം, മറ്റ് ബന്ധങ്ങളും ആയിരിക്കാം. അപ്പോൾ ഇവിടെ മൊത്തത്തിലായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് 8 ഓഫ് വാൺസ്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണം, കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും തരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കണം, നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഉള്ളതായിട്ട് കാണുന്നത്. ഓക്കെ, ബോട്ടം വന്നേക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ പണ്ട് എങ്ങനെ ആയിരുന്നു ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണം, അതുപോലെ പ്രവർത്തിക്കണം, നിങ്ങളുമായിട്ട് ചേർന്ന് ഒരു നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.